കോൺഗ്രസ് നേതൃത്വത്തെ അട്ടിമറിച്ച് BJP അവിടെയൊക്കെ ഭരണം പിടിക്കാനും അവിടെയൊക്കെ നടക്കുന്ന രാജ്യസഭാ സീറ്റൊഴിവിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ ഉപയോഗിച്ചുകൊണ്ട് ദുരൂഹ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കുമ്പോൾ കൃത്യമായും അത് പാർട്ടിക്കും ബാധകമാണ്. MLA-മാർ തിരിച്ചും പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പറഞ്ഞു വരുന്നത് ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായി സർക്കാർ ഭീഷണി നേരിടുകയാണ്. MLA-മാരിൽ ചിലർ BJP നേതൃത്വവുമായി കലഹത്തിലേക്ക് ഏർപ്പെടുകയാണ്. മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായ തിരിച്ചടി എന്ന് പറയുന്നത് കൃത്യമായും അവരുടെ നേതാവായിരുന്ന കോൺഗ്രസ് നേതൃത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുണ്ട് എന്ന് നേതൃത്വം വിശ്വസിച്ചിരുന്ന ഭൂപേഷ് ബഗാലിനെ പാർട്ടി നേതൃത്വം പൂർണ്ണമായി അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ അതുപോലെയല്ല മുൻ കേന്ദ്രമന്ത്രിയും അതുപോലെ ഇപ്പോഴത്തെ നിലവിലെ നിയമസഭാ പ്രതിപക്ഷ നേതാവുമായ ചരൺദാസ് മഹന്തിന്റെ കാര്യം. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെയാണ്. എന്നാൽ BJP അത്ര സുഖകരമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ഭൂപേഷ് ബഗാലിനെ കേന്ദ്രത്തിൽ നിർണായക സ്ഥാനമാനങ്ങൾ കൊടുത്ത് പകരം ഛത്തീസ്ഗഡിന്റെ കോൺഗ്രസിന്റെ താല്പര്യങ്ങളും തീരുമാനങ്ങളുമെല്ലാം ചരൺദാസിന്റെ പിന്നിൽ അണിനിരത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അതിനുവേണ്ടി കൃത്യമായും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ഔദ്യോഗികമായി തന്നെ ഒരു ഉണർവ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, അജിത് ജോഗിയൊക്കെ കോൺഗ്രസ് നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ കാലഘട്ടം, അത് കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ലാത്ത ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ വിഷ്ണുദേവ് സായി ആണ് മുഖ്യമന്ത്രിയെങ്കിലും പല നേതാക്കൾക്കും രമൺ സിംഗിനെ കൃത്യമായും ഛത്തീസ്ഗഡിന്റെ ഭരണ തുടർച്ചയ്ക്ക് വേണമായിരുന്നു, അല്ലെങ്കിൽ BJP പൊട്ടിപ്പാളീസാകും എന്ന ഒരു വിശ്വാസത്തിലാണ്. ചില കാര്യങ്ങളിൽ BJP എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രമൺ സിംഗ് ഉൾപ്പെടെയുള്ളവർ BJP നേതൃത്വവുമായി ഇപ്പോൾ അകൽച്ചയിലാണ്. രമൺ സിംഗ് ഒരുപക്ഷെ കൃത്യമായും സ്ഥാനമാനങ്ങൾ നൽകാമെങ്കിൽ, അതായത് മുഖ്യമന്ത്രി പദവി ഉൾപ്പെടെ നൽകാമെങ്കിൽ BJP വിടാൻ പോലും താല്പര്യപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. അങ്ങനെ സംഭവിച്ചാൽ ഛത്തീസ്ഗഡിൽ സംഭവിക്കുക വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ്. പോളിളക്കമാണ്. 90 നിയോജക മണ്ഡലങ്ങൾ, അതുപോലെ 11 ലോക്സഭാ സീറ്റുകൾ ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ്. കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. BJP എങ്ങനെയൊക്കെയാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതാക്കളെ തന്നെ പിടികൂടി ഹൈജാക്ക് ചെയ്ത് BJP-യുടെ നേതൃനിരയിൽ എത്തിച്ച് അവരെ മുഖ്യമന്ത്രിയാക്കുന്നത്, അതേ പരിപാടി കോൺഗ്രസ് ആലോചിച്ചാൽ, കോൺഗ്രസ് അതേ രീതിയിലുള്ള പ്രതികരണവുമായി വന്നാൽ BJP-ക്ക് പണിയാകും. അതായത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിൽ കൃത്യമായി ടിക് ഫോർ ടാക്ക് എന്ന രീതിയാണ് അവലംബിക്കുക എങ്കിൽ സംഭവം മാറി മറിയും.